കേരളത്തിൽ ബി.ജെ.പിക്ക് ആദ്യമായിട്ട് ഭരണം കിട്ടിയ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 101 വാർഡുകളിൽ 50 വാർഡുകൾ വിജയിച്ചാണ് ബി.ജെ.പി കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്തത്. 51 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ ബി.ജെ.പിക്ക് ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആറ്റുനോറ്റ് കാത്തിരുന്ന് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച ആ കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ കയ്യാലപ്പുറത്താക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ കൗൺസിലർമാർ തന്നെയാണ് ഇത്തരം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കഴിഞ്ഞ ഡിസംബർ 21-നായിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞ നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവിടെ പല രീതിയിലുള്ള ചട്ടലംഘനങ്ങളും കണ്ടെത്തി. പിന്നീട് അത് വലിയ വിവാദമാവുകയും അതിൽ പരാതി ഉയരുകയും ചെയ്തിരുന്നു. അത്തരമൊരു പരാതി ഹൈക്കോടതിയിൽ എത്തി. ആ കേസിൽ ഹൈക്കോടതി ഇപ്പോൾ ബി.ജെ.പിയുടെ 20 കൗൺസിലർമാർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും CPM-ന്റെ നേതാവുമായ SP ദീപക്കാണ് കോടതിയെ സമീപിച്ചത്. എന്തായാലും ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോടതി ഈ 20 കൗൺസിലർമാർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി പറയുന്നത് ഇത് ഇവരുടെ സത്യപ്രതിജ്ഞയുടെ ഒരു സാധുത അത് ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും എന്നതാണ്. അങ്ങനെ 20 കൗൺസിലർമാരും ഒരു അയോഗ്യതാ ഭീഷണിയിൽ അങ്ങനെ നിൽക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അയോഗ്യതയ്ക്ക് കാരണമായിട്ട് ഉണ്ടായിരിക്കുന്നത് ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് 2 വിധത്തിലാണ്. ഒന്നുകിൽ അവർക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാം. എന്നാൽ ബി.ജെ.പിയുടെ 20ഓളം അംഗങ്ങൾ ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് പല ദൈവങ്ങളുടെ പേര് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവരാണ് അത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള സത്യപ്രതിജ്ഞ നടത്തിയിരിക്കുന്നത്. ഭാരതാംബയുടെ പേരിൽ, അയ്യപ്പന്റെ പേരിൽ, പത്മനാഭസ്വാമിയുടെ പേരിൽ, ബലിദാനികളുടെ പേരിൽ അങ്ങനെ അവർക്ക് തോന്നിയതുപോലെ തോന്നിയ രീതിയിൽ വായിൽ വന്ന ദൈവങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ അന്നേരം തന്നെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ മേയർ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ ആ പരാതികളൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതി ചോദിക്കുന്നത് എങ്ങനെ ഇത്തരത്തിൽ ഓരോ ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമെന്നതാണ്. ദൈവനാമത്തിൽ പൊതുവായിട്ട് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. എന്നാൽ അതിന് പകരം ഓരോ ദൈവങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതെങ്ങനെ ശരിയാകുമെന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മുൻപ് കേരള നിയമസഭയിലെ ഒരു MLA-ക്ക് സമാനമായ ഒരു സ്ഥിതി ഉണ്ടായി. ഉമേഷ് ചല്ലീൽ എന്ന് പറയുന്ന MLA അദ്ദേഹം ഗുരുദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് അത് കേസായി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ആ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹത്തിന് ആ സത്യപ്രതിജ്ഞ മാറ്റി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരമൊരു അനുഭവം കേരളത്തിന് മുന്നിലുണ്ട്. അതേ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 ബി.ജെ.പി കൗൺസിലർമാർ അയോഗ്യതാ ഭീഷണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹൈക്കോടതി അവരുടെ സത്യപ്രതിജ്ഞ ശരിയല്ല, ചട്ടലംഘനമാണ് എന്ന് വിധിച്ചാൽ അവർ അയോഗ്യരാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരുടെ തെരഞ്ഞെടുപ്പുകൾ സാധുത ഇല്ലാതെ വരും. മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ അസാധുവായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും ഈ പറയുന്ന പോലെ ഈ 20 കൗൺസിലർമാരും വീണ്ടും ശരിയായ രീതിയിൽ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഈ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ വിധിയാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് പോവുക. ഹൈക്കോടതി 20 പേരുടെയും സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണ് എന്ന് കണ്ട് വിധി എഴുതുകയാണെങ്കിൽ ഈ 20 പേരും അയോഗ്യരാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ശരിയായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് അധികാരം കിട്ടിയ ഒരു കോർപ്പറേഷനിൽ ജനാധിപത്യത്തിന് അനുസൃതമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പകരം ഭാരതാംബയുടെ പേരിലും ഒപ്പം തന്നെ ജയ് ശ്രീറാമിന്റെ പേരിലും പല ദൈവങ്ങളുടെ പേരിലും ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക. ഒപ്പം തന്നെ അവിടെ വന്ദേമാതരം ചൊല്ലുക, അതിനുശേഷം ഗണഗീതം പാടുക, അത്തരത്തിലുള്ള തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അന്ന് കാണാൻ കഴിഞ്ഞത്.
അതൊക്കെ തന്നെ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്.